സുഹൃത്തുക്കളെ, മലപ്പുറം ടെക്സ്റ്റൈലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുളപ്പുറം ഓവർപാസിന്റെ മേലാണ് നിങ്ങൾക്ക് ഒരു കാഴ്ച കാണിച്ചത്. എന്തായാലും കുളപ്പുറത്തെ വീഡിയോ എല്ലാവരും കണ്ട് മടുത്താണെന്ന് വെച്ചറിയാം. എന്നാലും ഇത് മടുപ്പിച്ചാനല്ല, ഒരു വീഡിയോ നമ്മളും ചെയ്യാം. അങ്ങനെ വന്നാട്ടോ. അപ്പൊ കണ്ടോളി, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതിലേറെ എന്താ കാണിച്ചാൽ ഇവിടെ ഇങ്ങനെ ബ്ലോക്കായി കിടക്കുക. താഴെ കുളപ്പുറം, തിരങ്ങാടി, ചമ്മാട്ടിക്കൊക്കെ കുളപ്പുറത്തുനിന്ന് പോകുന്ന ഒരു അവസ്ഥയാണ് ഈ കാണേണ്ട ഒരു അവസ്ഥ. ഫുട്പാത്ത് ഉണ്ടാക്കേണ്ട സ്ഥലത്ത് ഫുട്പാത്ത് ഉണ്ടാക്കിയിട്ടില്ല. ഉള്ള കുണ്ടും കുച്ചിൽ കുറച്ച് മെറ്റലിട്ട് കണ്ടാണ് പയച്ച് അവിടെ പയറ്റി വെച്ചിരിക്കുന്നത്. അതിൽക്കൂടെ ഈ പൊടിയും ഇതും കൊണ്ടുകണ്ട് ആൾക്കാരിങ്ങനെ നടന്നു പോവാം. ഈ ബൈക്കേരം വരുന്നുണ്ടില്ല, മറ്റൊരു അപ്പുറത്ത് കൂടെ വരുന്നത്. ഇതെന്താ ഇത് റോഡന്നെ? ഇവിടുത്തെ കാര്യങ്ങൾ അറിയാത്തവര് ചോദിച്ചത് എന്താപ്പത് കഥ. ഇതാണ് കുളപ്പുറത്തിന്റെ കഥ. ഇതിപ്പോ നമ്മൾ നാട്ടുകാരുണ്ടാക്കിയ തീരുമാനമല്ല, നമ്മളെ നിയമം ഉണ്ടാക്കിയ തീരുമാനം. 2-വേ സർവീസ് ആയിട്ട് SH65 2-വേ സർവീസാണ് ഇവിടെ ഈ കാണുന്നത്. 2-വേ സർവീസ് പോകാനുള്ള ഒരു സൗകര്യവും ഇവിടെ ഇല്ല. ആകെ ഒരു വണ്ടിക്ക് തന്നെ കഷ്ടിച്ചു പോകാനുള്ള വീതി. ഡ്രെയിനേജ് ഉണ്ടാക്കേണ്ട സ്ഥലത്ത് ഡ്രെയിനേജ് ഉണ്ടാക്കിയിട്ടില്ല. ആ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഈ പിന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോയത്. ഇത് കുണ്ടും കുയ്യും എന്ന് പറഞ്ഞാൽ ഈ മെറ്റലിട്ട് ഈ പൊടി പറഞ്ഞോടത്ത് കൂടെയാണ് ഈ കുട്ടികളും മക്കളും പെണ്ണുങ്ങളൊക്കെ നടന്നു പോകേണ്ടത്. താഴെ കുളപ്പുറം ഭാഗത്തേക്ക് വണ്ടി വിളിച്ചു പോകുകയെന്ന് വെച്ചാൽ ബ്ലോക്ക് കുടുങ്ങിയിട്ട് ആകെ ഇടങ്ങാറാവും. എന്നാൽ വണ്ടി വിളിച്ചാതെ പോകുക വെച്ചാലോ കാല് വെക്കാനുള്ള ഒരു സ്ഥലമില്ല. ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. കണ്ടോളി, കണ്ടി ഞങ്ങൾ എവിടെ കാല് വെക്കുക, എവിടെ നാട്ടിൽ നടന്നു പോവുക. എന്തായാലും ഈ ഒരു ഇടയിൽ കൂടെ ഞാനും കണ്ട് കടന്നു പോകട്ടെ. നമുക്ക് വീഡിയോ എടുത്തുകൊണ്ട് നിങ്ങളതൊന്ന് കാണിച്ചാണ്. അപ്പൊ ഈ ഇടയിൽ കൂടെ പോകണം. വലത്തേ സൈഡിൽ കറണ്ട് ഉണ്ട്, ഇടത്തേ സൈഡിൽ വലിയൊരു വണ്ടിയുണ്ട്. ആ വണ്ടി പോയത് കണ്ടെങ്കിൽ ഇപ്പൊ ഈ വണ്ടി നീങ്ങിക്കൊണ്ടിരിക്കുന്ന സൈഡാണ് നമ്മളെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സൈഡ്. അതാണ് ഈ റൂട്ടിന്റെ യഥാർത്ഥ സൈഡ്. മറ്റേ സൈഡ് റോങ് വന്നതാണ്. എന്നാ ഇവിടെ റോങ് അല്ലട്ടാ. ഇവിടെ നമുക്ക് അനുവദിച്ച 2 സൈഡ് സർവീസ് ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിക്ക് പോകും. എന്നാ ഇപ്പൊ ഈ 2 സൈഡ് സർവീസ് കൊണ്ടാണ് ഇപ്പൊ ഇവിടെ കുടുങ്ങിയത്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള വീതിയും വിസ്താരം ഇവിടെ ഇല്ല. എന്നാ ഇപ്പൊ ഈ കട്ടക്കാലം എങ്ങനെ വന്നതെന്ന് അറിയാത്തവർക്ക് പറയട്ടെ. ഞാനിപ്പോ ഈ കാണിച്ച ആയിക്കൂടെ അങ്ങോട്ട് ബലങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് പോയിരുന്നു. നമ്മളെ NH 66, അതായത് പഴയ ഹൈവേനെ ക്രോസ് ചെയ്താണ് പോയിന്റ്. നമ്മളെ കൊണ്ടോട്ടിന്ന് തിരങ്ങാടി ഭാഗത്തേക്ക് താഴെക്കുളപ്പുറത്തേക്കൊക്കെ പോകണമെങ്കിൽ ആ ക്രോസ് ചെയ്തിരുന്നത് കട്ട് ചെയ്തിട്ടാണ് ഇപ്പൊ നാഷണൽ ഹൈവേന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു ഓവർപാസ് വന്നിരിക്കണം. ആ ഓവർപാസോ ആവശ്യമുള്ള സ്ഥലത്തല്ല വന്നിട്ടുണ്ട്. കുറെ ഇപ്പുറത്ത് കണ്ടില്ലേ, ഇവിടുന്നും കാണൂല, കുറെ അപ്പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ കുറച്ച് ആൾക്കാർ അപ്പുറത്തേക്ക് എത്തി. ഇപ്പൊ ഇതേ അപ്പുറത്ത് നിന്നോട് ഇപ്പുറത്തേക്ക് ചാടി, ഇപ്പുറത്ത് നിന്നോട് അപ്പുറത്ത് ചാടി. ഇപ്പൊ എന്തായി, ഇത് നിയന്ത്രിക്കാനും ഇവിടെ ആരും കാണാനില്ല. ഇനിയിപ്പോ ഇവിടുന്ന് ഈ കാർ എങ്ങനെ പോവാ? ഇപ്പുറത്തൊരു പോസ്റ്റ്, അപ്പുറത്തൊരു നിസാൻ, അപ്പൊ അതിന്റെ അങ്ങേപ്പുറത്തൊരു വണ്ടി. ഒന്ന് നോക്കിയാണ് എങ്ങനെ ഇതിൽ കൂടെ പോവാ. ആരെങ്കിലും അറിയണോണ്ടേ ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ അതിൽ കൂടെ പോകേണ്ട മാർഗം. ഈ പോസ്റ്റ് ഇവിടുന്ന് എടുത്തൊക്കെ നമുക്ക് പോവാം, അല്ലാതെ ഇവിടെ ഒരു മാർഗ്ഗമല്ല. അപ്പുറത്തുള്ള ആ വണ്ടിയൊക്കെ കുറച്ച് അങ്ങോട്ട് പോകണം. എല്ലാവരും വരല് 4 വരിയിലാണ്. അതിനിപ്പോൾ ആരും കുറ്റം കണ്ട് കാര്യമില്ല. എല്ലാവരും ഓരോരോ ആവശ്യങ്ങൾക്ക് ഓടി നടക്കുകയാണ്. അതിനാണ് നമുക്ക് ഒരു ഒഴിഞ്ഞ റോഡ് തരേണ്ടത്. ആ റോഡ് ഇവിടെ ഇല്ല. പോലീസുകാരാ വന്നിട്ട്, ഹൈവേ പോലീസ്. ഒരു പന്ത കാട്ടുക സ്ഥലമില്ലാതെ ഓലി കൊടുക്കാതെ പറഞ്ഞേക്കെല്ലാം കൂടി. ഏതായാലും ഇവിടെ എത്തിയപ്പോൾ കാറേരം പറഞ്ഞു, ഓ ഈ തലക്കലെത്തിയല്ലോ കഴിച്ചിലായിന്ന്. അപ്പൊ ഇവിടെ വന്ന് നോക്കിയപ്പോ ഇനി 2 റോട്ടിൽ നിന്നും ആൾക്കാർ ഇങ്ങോട്ട് കയറാൻ നിൽക്കുക. പോലും മാറാതെ ഇവിടുന്ന് ഒരു അടിയാണ് മുന്നോട്ടാക്കാൻ പറ്റില്ല. കണ്ടങ്ങള് കൂരിയാട് പാടത്തും അതിന്റെ അങ്ങേപ്പുറത്തും താഴെക്കുളപ്പുറത്തും ഒക്കെ വണ്ടി സ്തംഭിച്ച് നിൽക്കുകയാണ്. ഞാൻ വെറുതെ പറയല്ല, ഒരു അടിഞ്ഞാണ് മുന്നോട്ടാക്കാൻ പറ്റില്ല. കാരണം താഴത്തുനിന്ന് കൂരിയാട് ഭാഗത്തുനിന്ന് ഹൈവേ റൂട്ടിലൂടെ വന്നിക്കണം. താഴെക്കുളപ്പുറം ഭാഗത്തുനിന്ന് തിരൂരങ്ങാടി ഭാഗത്തുനിന്ന് വരുന്ന വണ്ടികളും ഈ 2 റൂട്ടിലും ഫുള്ളാണ്. അപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കേണ്ടത് സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട കുളപ്പുറം മറക്കണ്ട. എന്തായാലും നല്ലൊരു പരിഹാരമായിട്ട് നമ്മളെ നിയമവും പഞ്ചായത്തൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കണം. അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യാത്തവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ